ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ദം ബിരിയാണി വെച്ചാലോ? എല്ലാവരും വായോ. അത് നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെള്ളം ചൂടാക്കാൻ വേണ്ടി വയ്ക്കാം. ആ ചൂടായ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, പിന്നെ ബേ ലീവ്സ്, പിന്നെ നമ്മൾ ഹോൾ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് ആ സ്പൈസസിൻ്റെയൊക്കെ മണം അതിനകത്തിട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് നാരങ്ങ നീരും കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആ വെജിറ്റബിൾ ഓയിൽ നാരങ്ങ നീരും എല്ലാം ഒന്ന് അതിൻ്റെ എല്ലാത്തിൻ്റെ എഫക്റ്റ് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുതിർക്കാൻ വെച്ചേക്കുന്ന അരിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് നേരം മുമ്പ് അരി കഴുകി കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആ ചോറ് അവിടെ നിന്ന് വേവട്ടെ. അരി അവിടെ കിടന്ന് വേവുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ്റെ പരിപാടിയിലേക്ക് പോകാം. നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുന്ന ചിക്കനാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊന്ന് ചതച്ച് വയ്ക്കാം. പിന്നെ നമുക്ക് സവാളയും വറുത്ത് വയ്ക്കാം, പിന്നെ കാഷ്യൂ നട്ട്സും വറുത്ത് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ആ ഫ്രൈ ചെയ്ത പാനിലേക്ക് തന്നെ നമ്മൾ സ്പൈസസ് ഇട്ടിട്ട് ചിക്കൻ കറി ഒന്ന് ശരിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പൈസസ് ഇട്ട് കഴിഞ്ഞാൽ അതിന് ശേഷം നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. സവാള കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കൊരു വലിയ തക്കാളി വേണം, ആ തക്കാളിയും കൂടി ഇട്ടെടുക്കാം. അതൊന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്ക് നമ്മളതിനകത്തേക്ക് കുറച്ച് പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ മസാല, ഗരം മസാല, പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി, ഇത് മൂന്നും ഇട്ട് കൊടുത്തു. പിന്നെ നേരത്തെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, സവാള വഴറ്റുന്ന സമയത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നത്. അത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളത്തിലേക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് പിന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് ഫ്രൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയനും ഒക്കെ ഇട്ടിട്ട് കുറച്ച് നേരത്തേക്കൊന്ന് അടച്ചു വെച്ച് നമുക്ക് കുറച്ച് നേരത്തേക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാൻ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഹാഫ് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു പാത്രത്തേക്ക് ദമ്മിടാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ആ പാത്രത്തിലേക്ക് ആദ്യം നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ഹാഫായിട്ട് വെന്ത് വന്നേക്കുന്നത് നമ്മുടെ ചിക്കൻ കറി ഈ പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് മല്ലിയിലയും സവാളയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഹാഫ് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിനകത്തേക്ക് ആക്കാം. അത് ദം ചെയ്യാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം. നമുക്ക് റൈസിനകത്തോട്ട് തട്ടിയിട്ട് ചിക്കൻ കറി അടിയിൽ റൈസ് മുകളിൽ നെയ്യിൽ വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് സ്പൈസസ് ഒക്കെ ഇട്ടെടുത്തിട്ട് ഫ്രൈഡ് ചെയ്ത് വെച്ച ഒനിയനും കാഷ്യൂവും കുറച്ച് നെയ്യും പിന്നെ നമ്മുടെ മല്ലിയില ഇതെല്ലാം കൂടെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്കതൊന്ന് അടച്ചു വെച്ച് കുറച്ചൊരു 10 മിനിറ്റത്തേക്ക് അടച്ചു വെച്ച് ദം ചെയ്യാം. ഇതാ നമ്മുടെ ദം തുറന്നപ്പോൾ ഇങ്ങനെ ഇരുന്ന് നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പപ്പടവും സാലഡും അച്ചാറും കൂട്ടി എല്ലാവർക്കും കഴിക്കാം.